സംസ്ഥാന ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ബജറ്റ് ജനങ്ങൾക്ക് നിരാശയാണ് സമ്മാനിച്ചതെന്നും ജനങ്ങൾ ഏറെ പ്രതീക്ഷ അർപ്പിച്ച ക്ഷേമ പെൻഷനിൽ വർധനവുണ്ടായിട്ടില്ലെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. അടുക്കും ചിട്ടയുമില്ലാത്ത ബജറ്റ് പ്രസംഗമായിരുന്നു ധനമന്ത്രി നടത്തിയത്. കേരളം കടക്കെണിയിലാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള ബജറ്റാണിതെന്നും മുരളീധരൻ പറഞ്ഞു. ഇലക്ട്രിക് വാഹനങ്ങൾക്കും ടൂറിസ്റ്റ് ബസ്സുകൾക്കും നികുതി വർദ്ധിപ്പിച്ചു. സാധാരണക്കാർക്ക് ടൂറിസ്റ്റ് ബസ്സിലൊക്കെ സഞ്ചരിക്കാൻ ഇനി ഇരട്ടിത്തുക നൽകേണ്ടി വരും. വയനാടിന് അനുവദിച്ച തുക വളരെ ചെറുതായിപ്പോയി. 750 കോടി വളരെ കുറഞ്ഞുപോയി. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടത് തന്നെ 2400 കോടിയാണ്. ഇവിടെ ആകെ നീക്കിവച്ചിരിക്കുന്നത് 750 കോടി മാത്രമാണ്. ഇതുകൊണ്ടൊന്നുമാകില്ല. ലൈഫ് പദ്ധതിക്ക് 1160 കോടി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ തവണ 750 കോടി പ്രഖ്യാപിച്ചിട്ട് 25% മാത്രമാണ് ചെലവഴിച്ചത്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ തുക പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ ആ തുക തന്നെ ഉപയോഗിച്ചിട്ടില്ലെന്ന് ഓർക്കണം. മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ജനങ്ങൾക്ക് നിരാശ നൽകുന്ന ബജറ്റാണ് ബാലഗോപാൽ അവതരിപ്പിച്ചത്. KSRTC ബസ് വാങ്ങാൻ തുക നീക്കിവച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ എത്ര തുക ഇതിനായി നീക്കിവെച്ചു? മുഴുവൻ KSRTC ബസ്സും ഇലക്ട്രിക് ആക്കുമെന്നായിരുന്നുവല്ലോ മുൻ ബജറ്റിലെ പ്രഖ്യാപനം. യാഥാർത്ഥ്യബോധം അംഗീകരിച്ചുകൊണ്ടുള്ള ബജറ്റാണെന്ന് ചിലർ പറയുന്നുണ്ട്. അത് ശരിയാണ്. കേരളം കടക്കെണിയിലാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ വരുമാനമുണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഉണ്ടായിട്ടില്ല. കിഫ്ബി കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്തു പറഞ്ഞാലും കിഫ്ബി എന്ന് പറയും. ഇപ്പോൾ കിഫ്ബി എന്നാൽ ടോളാണ്. നിരാശയുണ്ടാക്കിയ ഈ ബജറ്റിനെതിരെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ശക്തമായി പ്രതികരിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു.